കിംസ് ഹെൽത്ത് ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റ്. സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ. നമസ്കാരം. ഇന്ന് 2025 മാർച്ച് 19 ബുധനാഴ്ച. 4PM ന്യൂസ് ബഹ്റൈൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ബഹ്റൈനിൽ ബഹിരാകാശ ഏജൻസി സ്ഥാപിക്കുമെന്ന വിജ്ഞാപനം ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ പുറപ്പെടുവിച്ചു. കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ ഹമദ് അൽ ഖലീഫയുടെ നിർദ്ദേശത്തെ തുടർന്നും മന്ത്രിസഭയുടെ അംഗീകാരങ്ങൾക്ക് ശേഷവുമാണ് ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഇനി മുതൽ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി ബഹ്റൈൻ സ്പേസ് ഏജൻസി എന്ന പേരിലാവും അറിയപ്പെടുക. സുപ്രീം ഡിഫൻസ് കൗൺസിലിന് കീഴിലും കൗൺസിൽ സെക്രട്ടറി ജനറലിൻ്റെ മേൽനോട്ടത്തിലുമായിരിക്കും ഏജൻസി പ്രവർത്തിക്കുക. ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിൻ്റെ അടുത്ത ദിവസം മുതൽ നിയമം പ്രാബല്യത്തിൽ വരും. ബഹ്റൈൻ സ്പേസ് ഏജൻസി വരുന്നതോടെ ഘടനാപരമായും പ്രവർത്തനങ്ങളിലും NSSAയിൽ നിന്ന് കൂടുതൽ മാറ്റങ്ങൾ നടപ്പാക്കാനാകുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. മൈഗവ് ആപ്പ് വഴി ID കാർഡ്, ജന സർട്ടിഫിക്കറ്റ് സേവനങ്ങൾ ആരംഭിച്ചതായി ഇൻഫർമേഷൻ ആൻഡ് ഗവൺമെൻറ് അതോറിറ്റി അധികൃതർ അറിയിച്ചു. ബഹ്റൈനിൽ പൗരന്മാർക്കും താമസക്കാർക്കും സർക്കാർ സേവനങ്ങൾ കൂടുതൽ എളുപ്പത്തിൽ ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായാണിത്. ID കാർഡുകൾ നൽകൽ, പുതുക്കൽ, നഷ്ടപ്പെട്ടതും കേടായതുമായ IDകൾക്ക് പകരമുള്ള കാർഡുകൾ നൽകൽ, ID കാർഡ് അപേക്ഷ നില ട്രാക്ക് ചെയ്യൽ, ജനന സർട്ടിഫിക്കറ്റുകൾ കാണാനും ഡൗൺലോഡ് ചെയ്യാനുമുള്ള സൗകര്യം, 18 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ID കാർഡുകളും ഗാർഹിക തൊഴിലാളികൾക്കുള്ള ID കാർഡുകളും കാണുക എന്നീ സൗകര്യങ്ങളും ആപ്പിലുണ്ട്. ആഭ്യന്തരമന്ത്രിയും ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി മന്ത്രിതല സമിതി ചെയർമാനുമായ ജനറൽ ഷെയ്ഖ് റാഷിദ് ബിൻ അബ്ദുള്ള അൽ ഖലീഫയാണ് മൈഗവ് ആപ്പ് പുറത്തിറക്കിയത്. രാജ്യത്തെ ഡിജിറ്റൽ നവീകരണങ്ങളുടെ ഭാഗമായി സേവനങ്ങൾ വേഗത്തിൽ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടെ 40-ലധികം പ്രധാന സർക്കാർ സേവനങ്ങളാണ് മൈഗവുമായി സംയോജിപ്പിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്കും സഹായത്തിനും ഗവൺമെൻറ് സർവീസ് കോൾ സെൻറ്റർ നമ്പറായ 80008001 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. റെസിഡൻഷ്യൽ ഏരിയകളിൽ അടിയന്തരമായി തെരുവ് വിളക്കുകൾ സ്ഥാപിക്കണമെന്ന നിർദ്ദേശവുമായി മുനിസിപ്പൽ കൗൺസിലർമാർ. ഈസ്റ്റ് ഹിദ്ദിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സൈക്കിൾ അപകടത്തെ തുടർന്നാണ് നിർദ്ദേശം വന്നിരിക്കുന്നത്. തെരുവുകളിൽ വെളിച്ചത്തിൻ്റെ അപര്യാപ്തത അപകട സാധ്യതയുണ്ടാക്കുമെന്നും കാൽനടക്കാരുടെ ജീവന് ഭീഷണിയാണെന്നും മുന്നറിയിപ്പ് നൽകിയുമാണ് കൗൺസിലർമാർ നിർദ്ദേശം നൽകിയത്. ഞായറാഴ്ച രാത്രി മലയാളികളായ 2 വിദ്യാർത്ഥികളെ കാറിടിക്കുകയും ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു. കൊല്ലം മുഖത്തല സ്വദേശി മുഹമ്മദ് സൗദാണ് മരിച്ചത്. ഹിദ്ദിലെ പല റെസിഡൻസി ഏരിയകളിൽ ഇപ്പോഴും തെരുവ് വിളക്കുകളുടെ അഭാവമുണ്ടെന്നും ഇത് പ്രദേശത്തുള്ളവർക്ക് ഗുരുതര സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നും അടിയന്തര നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ അപകടങ്ങൾ വീണ്ടും ആവർത്തിക്കുമെന്നും ഹിദ്ദിനെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർ മുഹമ്മദ് അൽ മേഘാവി പറഞ്ഞു. അടിയന്തര നിർദ്ദേശം കൗൺസിൽ ഏകകണ്ഠമായി അംഗീകരിക്കുകയും മുനിസിപ്പാലിറ്റി കാര്യ കൃഷിമന്ത്രി വഈൽ അൽ മുബാറക്കിനും വൈദ്യുതി ജലകാര്യമന്ത്രി യാസർ ഹുമൈദാനും തൊഴിൽ മന്ത്രി ഇബ്രാഹിം അൽ ജവാദിനും അവലോകനത്തിനായി അയക്കാൻ റഫർ ചെയ്യുകയും ചെയ്തു. റമദാൻ മാസത്തിൽ എല്ലാ വർഷവും പ്രതിഭ ഹെൽപ്പ് ലൈൻ നേതൃത്വത്തിൽ നടത്തി വരാറുള്ള 1 മാസം നീണ്ടു നിൽക്കുന്ന മാരത്തോൺ രക്തദാന ക്യാമ്പ് പുരോഗമിക്കുന്നു. പ്രതിഭ ഹെൽപ്പ് ലൈൻ പ്രതിഭയുടെ 4 മേഖലകളുമായി കൂടിച്ചേർന്ന് കിങ് ഹമദ് യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റൽ, സൽമാനിയ മെഡിക്കൽ എന്നിവിടങ്ങളിലാണ് ക്യാമ്പ് സംഘടിപ്പിക്കുന്നത്. പ്രതിഭ മനാമ മൊഹ്റഗ് മേഖലകൾ കിങ് ഹമദ് ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചും പ്രതിഭ റിഫ സൽമാബാദ് മേഖലകൾ സൽമാനിയ ഹോസ്പിറ്റൽ കേന്ദ്രീകരിച്ചുമാണ് വൈകിട്ട് 7 മണി മുതൽ ആരംഭിച്ച് രാത്രി 12:30 വരെ നീണ്ടു നിൽക്കുന്ന മാരത്തോൺ രക്തദാന ക്യാമ്പ് നടന്നു വരുന്നത്. മനാമ മൊഹ്റം മേഖല ക്യാമ്പ് കിങ് ഹമദ് ഹോസ്പിറ്റലിൽ പ്രതിഭ ജനറൽ സെക്രട്ടറി മിജോഷ് മൊറാഴയും, റിഫ സൽമാബാദ് മേഖല ക്യാമ്പ് സൽമാനിയ ഹോസ്പിറ്റലിൽ പ്രതിഭ കേന്ദ്ര വൈസ് പ്രസിഡന്റ് നൌഷദ് പുനൂരും ഉദ്ഘാടനം ചെയ്തു. പ്രതിഭ അംഗങ്ങളും അഭ്യുദയകാംക്ഷികളും അടക്കം നിരവധി പേർ ദിവസേന ക്യാമ്പുകളിൽ എത്തിച്ചേരുന്നതായി ഭാരവാഹികൾ അറിയിച്ചു. മാർച്ച് 27 വരെ തുടരുന്ന ക്യാമ്പിൽ രക്തദാനം നടത്താൻ തയ്യാറുള്ള എല്ലാവർക്കും പങ്കെടുക്കാമെന്ന് പ്രതിഭ ഭാരവാഹികൾ അറിയിച്ചു. ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ബഹ്റൈൻ നിങ്ങൾക്കായി നൽകുന്നു സ്പെഷ്യൽ ഓഫറുകൾ. 22 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലി 3.3% മുതൽ 21 കാരറ്റ് 18 കാരറ്റ് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% വരെ കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് 50% വരെ വിലക്കിഴിവ്. ഇന്ന് തന്നെ സന്ദർശിക്കൂ ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ, ബഹ്റൈൻ.
ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. വിഷമിക്കണ്ട, എല്ലാം ശരിയാവും. ലുലു മണി, സ്നേഹപൂർവ്വം. KCA ലേഡീസ് വിംഗ് വനിതാ ദിനത്തോടനുബന്ധിച്ച് ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. KCA അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ ഷൂറ കൗൺസിൽ അംഗം നാൻസി ഖേദുരി മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ നാൻസി ഖേദുരിക്ക് KCA ബീക്കൺ ഓഫ് ഹാർമണി അവാർഡും, മാധ്യമപ്രവർത്തക മീര രവിക്ക് മീഡിയ എക്സലൻസ് അവാർഡും, ഹീന മൻസൂറിന് ട്രെയിൽ ബ്ലേസർ ഇൻ ബിസിനസ് അവാർഡും, ന്യൂ ഇന്ത്യ അഷുറൻസ് CEO നിമിഷ സുനിൽ കദമിന് ഇൻസ്പയറിംഗ് ലീഡർഷിപ്പ് അവാർഡും, ആർട്ടിസ്റ്റും മൗണ്ടനിയറുമായ മധു ശാരദയ്ക്ക് ക്രിയേറ്റീവ് വിഷണറി അവാർഡും സമ്മാനിച്ചു. KCAയിലെ മുതിർന്ന വനിതാ അംഗങ്ങളെയും ലേഡീസ് വിംഗ് മുൻ പ്രസിഡന്റുമാരെയും ലേഡീസ് വിംഗ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളെയും ചടങ്ങിൽ ആദരിച്ചു. ലേഡീസ് വിംഗ് ജനറൽ സെക്രട്ടറി സിമി അശോക് സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ KCA പ്രസിഡന്റ് ജെയിംസ് ജോൺ അധ്യക്ഷത വഹിച്ചു. ലേഡീസ് വിംഗ് പ്രസിഡന്റ് ഷൈനി നിത്യൻ, ജനറൽ സെക്രട്ടറി വിനു ക്രിസ്റ്റി, ലേഡീസ് വിംഗ് കൺവീനർ ലിയോ ജോസഫ്, ചിൽഡ്രൻസ് വിംഗ് കൺവീനർ സജി ലൂയിസ് എന്നിവർ സംസാരിച്ചു. മനുഷ്യനെ യഥാർത്ഥ മനുഷ്യനായി തിരിച്ചറിയാൻ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്യുന്ന ആരാധനയാണ് വ്രതമെന്ന് പ്രമുഖ എഴുത്തുകാരനും ചിന്തകനുമായ ടി മുഹമ്മദ് വേളം അഭിപ്രായപ്പെട്ടു. സാമൂഹിക സാംസ്കാരിക മാധ്യമ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കായി ഫ്രണ്ട്സ് സോഷ്യൽ അസോസിയേഷൻ സംഘടിപ്പിച്ച ഇഫ്താർ സംഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഫ്രണ്ട്സ് അസോസിയേഷൻ പ്രസിഡന്റ് MM സുബൈർ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി സയ്യിദ് റമദാൻ നദ്വി സ്വാഗതവും PR സെക്രട്ടറി VK അനീസ് നന്ദിയും പറഞ്ഞു. വൈസ് പ്രസിഡന്റുമാരായ ജമാൽ ഇരിങ്ങൽ, സമീർ ഹസൻ, അസിസ്റ്റന്റ് ജനറൽ സെക്രട്ടറി സക്കീർ ഹുസൈൻ, വനിതാ വിഭാഗം പ്രസിഡന്റ് ലുബൈന ഷെഫീഖ്, യൂത്ത് ഇന്ത്യ പ്രസിഡന്റ് അജ്മൽ ഷറഫുദ്ദീൻ എന്നിവരും സന്നിഹിതരായിരുന്നു. AM ഷാനവാസ് പരിപാടി നിയന്ത്രിച്ചു. മനാമ സെൻട്രൽ മാർക്കറ്റ് അസോസിയേഷന്റെ മെഗാ ഇഫ്താർ സംഗമം മാർച്ച് 21 വെള്ളിയാഴ്ച വൈകുന്നേരം 4:30 മനാമ സെൻട്രൽ മാർക്കറ്റിൽ വെച്ച് നടക്കും. സ്വദേശികളും പ്രവാസി സമൂഹങ്ങളിൽ നിന്നുമുള്ള 10,000-ഓളം പേരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഒരു മെഗാ ഇഫ്താറാണ് ഈ വർഷം MCMA ഒരുക്കിയിട്ടുള്ളത്. ബഹ്റൈൻ പാർലമെന്റ് 2ാം ഡെപ്യൂട്ടി സ്പീക്കർ അഹമ്മദ് അബ്ദുൽ വാഹിദ് ഖറാത്ത, ആഭ്യന്തര മന്ത്രാലയത്തിലെ അഭ്യർത്ഥനകളുടെയും അന്വേഷണങ്ങളുടെയും തലവൻ ഡോക്ടർ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ഹമദ് അൽ ഖലീഫ, ബഹ്റൈൻ പാർലമെന്റ് അംഗം മുഹമ്മദ് ഹുസൈൻ ജനാഹി, BCCI ബോർഡ് അംഗം സോസൻ അബ്ദുൽ ഹസൻ, മുഹമ്മദ് ഇബ്രാഹിം ഉൾപ്പെടെ സ്വദേശികളും പ്രവാസികളുമായ നിരവധി പ്രമുഖരാണ് സംഗമത്തിൽ പങ്കെടുക്കുന്നത്. അഹമ്മദ് അബ്ദുൽ വാഹിദ് ഖറാത്തയുടെ രക്ഷാകർത്തൃത്വത്തിലാണ് MCMA മെഗാ ഇഫ്താർ നടക്കുന്നത്. വെള്ളിയാഴ്ച നടക്കുന്ന MCMA മെഗാ ഇഫ്താർ സംഗമത്തിലേക്ക് എല്ലാ പ്രവാസികളെയും ക്ഷണിക്കുന്നതായി ഇഫ്താർ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ സലാം മമ്പാട്ടുമൂല, ഇഫ്താർ കമ്മിറ്റി ജനറൽ കൺവീനർ റിയാസ്, MMSC ട്രഷറർ ലത്തീഫ് മരക്കാട്ട്, ജനറൽ സെക്രട്ടറി അനീസ് ബാബു, ഓർഗനൈസിംഗ് സെക്രട്ടറി അവിനാശ് എന്നിവർ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് 33748156 അല്ലെങ്കിൽ 39605993 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്.